ഹായ്, വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസണാണ് സ്ലൈസർ ആൻഡ് ടൈം ലൈൻ. ഇവിടെ നമുക്ക് എങ്ങനെ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാം വിത്തിൻ 5 മിനിറ്റ്സ്. ഈ ഓപ്ഷൻ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ 2010 മുതൽ 13 വരെ ഓപ്ഷനിലാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക സ്ലൈസർ ആൻഡ് ടൈം ലൈൻ. ഇവിടെ ഒരു ഡാറ്റ തന്നിട്ട് നമുക്ക് മൊബൈൽ ട്രേഡറിന് മൊബൈൽ ഫോണിൻ്റെ ട്രേഡറാണ് ബേസിക് കോർപ്പറേഷൻ A to Z ചോയ്സ്. ഒരു ഫുൾ ഡീറ്റെയിൽസിന് എനിക്ക് ഇതിൽ ചെയ്യാൻ പോകുന്നത് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഇൻസെർട്ടിൽ പോയി പ്യൂർ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അത് പ്യൂർ ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഒരു 1-2 ഐറ്റം മാത്രം സെലക്ട് ചെയ്യണം. ദാറ്റ് മീൻസ് നമുക്ക് പ്യൂർ ടേബിൾ റൈറ്റ് സൈഡിൽ വേണം ഡേറ്റ് ടൈം അതൊക്കെ. ഇവിടെ എമൗണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതുപോലെ അതിൻ്റെ മാർജിൻ എമൗണ്ട് ദാറ്റ് മീൻസ് എത്രമാത്രം മാർജിൻ കിട്ടുന്നത് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഇനി ചെയ്യാൻ പോകുന്നത് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് ദാറ്റ് മീൻസ് നമ്മുടെ കഴ്സർ ഇവിടെ പ്യൂർ ടേബിൾ വെച്ചിട്ട് നമ്മൾ ഇൻസെർട്ട് പോയിട്ട് സ്ലൈസർ എടുക്കുന്നു. സ്ലൈസറിൽ ഞാൻ ഇവിടെ കസ്റ്റമർ ഐറ്റം ഗ്രൂപ്പ് ഇത്രയും ഡീറ്റെയിൽസിന് മാത്രം സെലക്ട് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് 3 ബോക്സ് കാണാം. ഇവിടെ ഐറ്റം ഗ്രൂപ്പിൻ്റെയും ഐറ്റത്തിൻ്റെയും അതുപോലെ കസ്റ്റമർ റിലേറ്റഡ് 3 ഗ്രൂപ്പാണ്. നമ്മളിവിടെ ഏതിൽ ക്ലിക്ക് ചെയ്യണോ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ എമൗണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ ഇനി അടുത്ത ഓപ്ഷൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് വേണ്ടത് ടൈം ലൈൻ ആണ്. ദാറ്റ് മീൻസ് ഡേറ്റിൻ്റെയാണ് ഓപ്ഷൻ വേണ്ടത്. ഇതേപോലെ തന്നെ നമ്മൾ കേഴ്സർ ക്ലിക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമ്മളിപ്പോൾ കേഴ്സർ ക്ലിക്ക് ചെയ്യാണ്ട് നമ്മൾ ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇൻസെർട്ടിൽ പോയിട്ട് ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡാറ്റ കിട്ടില്ല. ദാറ്റ് മീൻസ് ഇവിടെ മെസ്സേജ് വരും ബിക്കോസ് എക്സിസ്റ്റിംഗ് കണക്ഷൻ എന്ന് ചോദിച്ചു. ഇത് നമ്മൾ ജസ്റ്റ് കേഴ്സർ ക്ലിക്ക് ചെയ്യുക പ്യൂർ ടേബിൾ. ഇത് കഴിഞ്ഞിട്ട് വേണം ടൈം ലൈനും സ്ലൈസർ എടുക്കാൻ. എപ്പോഴും ടൈം ലൈൻ ഉദ്ദേശിച്ച് നമ്മൾ ഡേറ്റിന് വൈസാണ് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ടൈം ലൈൻ്റെ ഒരു ഓപ്ഷൻ വന്നു. ഇപ്പോൾ 2015 മന്ത് വൈസ് നമുക്ക് ഡേയ്സ് ആക്കാം, അതുപോലെ തന്നെ ക്വാർട്ടർ ആക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇതിൽ സ്ക്രോൾ ചെയ്യാം, നമുക്ക് ഡേറ്റ് വൈസ് സ്ക്രോൾ ചെയ്യാൻ പറ്റും എവിടേക്കാണ്. നമ്മൾ ഇതിന് ബേസ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 ഇപ്പോൾ എമൗണ്ടും അതുപോലെ തന്നെ മാർജിനും നമ്മളിവിടെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്കിവിടെ കസ്റ്റമർ വൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ കസ്റ്റമർ A to Z കസ്റ്റമറുടെ എമൗണ്ടാണ് കാണുന്നത് ഫുൾ മന്തിൽ. ഓട്ടോമാറ്റിക്കായിട്ട് അവർ വിറ്റിട്ടുള്ള മൊബൈലും അതുപോലെ ഏതാണ് മൊബൈൽ കമ്പനിയും കൂടെ കാണാം. ദാറ്റ് ഇസ് ആപ്പിൾ ആണോ മൈക്രോമാക്സ് ആണോ. അപ്പോൾ ഞാൻ ആപ്പിൾ മാത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ A to Z വിറ്റിട്ടുള്ള മോഡൽസ് മറ്റേതൊക്കെ ഡിസേബിൾ ആയി പോകും. നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അനലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇത് നല്ലൊരു റിപ്പോർട്ട്. ഇനി റിപ്പോർട്ടിന് നമുക്ക് നല്ലൊരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം വളരെ ക്വിക്കായിട്ട്. കാരണം ഇപ്പോൾ സം ഓഫ് എമൗണ്ട് സം ഓഫ് ക്വാണ്ടിറ്റി ഇടാണ്. നമുക്കിവിടെ ഒരു 3 ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ പേസ്റ്റ് ഫോർമാറ്റ് പെയിൻറ്റ് വന്നിട്ട് 3 ബോക്സിൽ ഞാൻ സെയിം ഫോർമാറ്റ് തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുവരണം. ഓക്കെ, ഇനി ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ലിങ്ക് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ എമൗണ്ട് സെലക്ട് ചെയ്യണം. ഓട്ടോമാറ്റിക് എമൗണ്ട് ഇവിടെ വരും. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ക്ലിക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ മാർജിനും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, മാർജിൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ. ഇപ്പം നമുക്ക് ഇവിടെ ഡാറ്റ ചേഞ്ചിനനുസരിച്ച് ഇവിടെ എമൗണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ ഇപ്പോൾ ഇതുപോലെ എമൗണ്ട് ക്വാണ്ടിറ്റി മാർജിൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫോർമാറ്റ് ചെയ്തൊരു ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്യണത്. 3 ഇത് ഫോർമാറ്റ് ചെയ്യുന്ന ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഇപ്പോൾ ബോർഡർ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനൊക്കെ ബോൾഡാക്കുക, സെൻട്രലൈസ് ചെയ്യുക. ഓട്ടോമാറ്റിക് നമുക്ക് ഇവിടെ ഡേറ്റ് കാണേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് നമ്മൾ പ്യൂർ ടേബിളിലൂടെ നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഇതിനെ ഗ്രിഡ് ലൈനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്യുക. നമ്മൾ കളർ വൈസ് നമുക്ക് ഇതെല്ലാം ഏത് കളർ വേണമെങ്കിൽ വരുത്താൻ ഓപ്ഷൻ നമുക്ക് സ്ലൈസർ ഓപ്ഷൻസിലുണ്ട്. നമുക്ക് കാണാൻ സ്ലൈസർ ടൂൾസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലാ ചേഞ്ചസും നമുക്ക് ഇവിടെ വരുത്താൻ സാധിക്കും. ഇപ്പം ഞാൻ ഇതിന് ഫോർമാറ്റ് ചെയ്ത് നമുക്ക് ഏത് കളർ ഫോണ്ട് വേണമെങ്കിൽ നോക്കാം. ഞാൻ റിവ്യൂവിൽ വന്ന് ഗ്രിഡ് ലൈൻസ് ക്ലിക്ക് ചെയ്യും. നമുക്ക് ബ്ലാക്ക് ലൈന് ഞാൻ ഇവിടെ ക്വിക്ക് അനാലിസിസ് എഡർ ഇട്ട് കൊടുക്കും. റിപ്പോർട്ടിന് ഒരു ഹെഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് റീഡ് ചെയ്യുന്നവർക്ക് എന്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് അറിയാൻ വേണ്ടി
ഒരു ടോപ്പിക് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്വിക്ക് അനാലിസിസ് ഓഫ് സെയിൽസ്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ സെയിൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കസ്റ്റമർ വൈസ് അനലൈസ് ചെയ്യാം, ഐറ്റം വൈസ് അനലൈസ് ചെയ്യാം, ഗ്രൂപ്പ് വൈസ് അനലൈസ് ചെയ്യാം, ഡേറ്റ് വൈസ് അനലൈസ് ചെയ്യാം. നമുക്ക് ക്വാണ്ടിറ്റി ലഭിക്കും. അതുപോലെ തന്നെ എല്ലാ പോർഷൻസും നമുക്ക് ഈച്ച് ആൻഡ് ഈച്ച് എവറി ഐറ്റംസ് ചെയ്യാം, ഫുൾ ബ്രാൻഡ് ചെയ്യാം. നമുക്ക് ഫിൽറ്റർ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഡേറ്റ് നമുക്ക് കാണാം. ഫിൽറ്ററിൽ നമ്മൾ ഒരു ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്രോസ് വന്നിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺചെക്ക് ദാറ്റ് മീൻസ് ഫുൾ ഏരിയ സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇത് വളരെ ക്വിക്കായിട്ടുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാനും. നമുക്ക് അതുപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റ് ലെവലിൽ ഒരു പ്രസൻറ്റേഷനൊക്കെ ഈസി ആയിട്ട് നമുക്കിത് ഒരു കൺവിൻസ് ചെയ്യാൻ സാധിക്കും. സോ നന്നായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ബൈ.